ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ ആദ്യം നീളത്തിലൊന്ന് മടക്കിയതിന് ശേഷം വീതിയിലൊന്നുകൂടി മടക്കിയിട്ടിട്ടുണ്ട്. ശേഷം നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ താഴത്തേക്കാണ് നമ്മൾ കുർത്തിയുടെ ബാക്കി അളവുകൾ എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 4 ഇഞ്ചും 1 പോയിൻറ്റും തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെയാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഷോൾഡർ 7.5 ഇഞ്ചാണ് ഷോൾഡർ. അത് ടോട്ടൽ 15 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. കംപ്ലീറ്റ് ഷോൾഡർ എടുക്കുന്നുണ്ട് കോളർ കുർത്തി ആയതുകൊണ്ട്. നെക്ക് വിഡ്ത്ത് 5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതി 2.5 ഇഞ്ച്. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് മാറ്റുന്നില്ല, 2.5 ഇഞ്ച് തന്നെ എടുക്കുകയാണ്. 2.5 ഇഞ്ച് എടുക്കുക. അതിനുശേഷം കൈക്കുഴിക്ക് 7.5 ഇഞ്ച് തന്നെയാണ് കൈക്കുഴി എടുക്കുന്നത്. കൈക്കുഴി 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് ലൈൻ്റെ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ കൈക്കുഴിയുടെ പകുതി അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മളുടെ ചെസ്റ്റിൻ്റെ 4/1 പിന്നെ അതിലൊരു ചെറിയ ലൂസിന് വേണ്ടി ഒരു 4 ഇഞ്ചും കൂടി ലൂസ് ചേർത്തിട്ട് അടയാളപ്പെടുത്തുക. ദെൻ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് അതൊന്ന് കർവ് ചെയ്യുക. കൈക്കുഴി ഒന്ന് കർവ് ചെയ്തെടുക്കുക. അതിനുശേഷം തയ്യൽ തുമ്പ് ഒഴിവാക്കിക്കൊണ്ട് ബെസ്റ്റ് പോയിൻ്റ് എത്രയാണോ അവിടെ അടയാളപ്പെടുത്തുക. അതിനുശേഷം അവിടെ ബെസ്റ്റിൻ്റെ വണ്ണം അതിൻ്റെ 4/1 ഒരു 4 ഇഞ്ച് ലൂസും കൂടി ചേർത്തിട്ട് അവിടെ അടയാളപ്പെടുത്തുക. പിന്നെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് വണ്ണം, വേസ്റ്റ് ഇറക്കം എത്രയാണോ അത് 13 ഇഞ്ചാണ് വേസ്റ്റ് ഇറക്കം വരുന്നത്. അപ്പോൾ 13 ഇഞ്ചും അവിടുത്തെ വേസ്റ്റ് വണ്ണത്തിന് 4/1 അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും 4 ഇഞ്ച് ലൂസും കൂടി അടയാളപ്പെടുത്തി വരയ്ക്കുക. അതിനുശേഷം നമ്മൾ സ്ലിറ്റഡ് കുർത്തിയാണ്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഇറക്കം വരുന്നത് 19 ഇഞ്ചാണ് സ്ലിറ്റ് ഇറക്കം വരുന്നത്. 19 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടുത്തെ വണ്ണത്തിൻ്റെ 4/1 4 ഇഞ്ച് തയ്യൽ ലൂസും 1 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് എടുക്കുന്നത്. സ്ലിറ്റിൻ്റെ വശത്ത് നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത്, മടക്കി എടുക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ പോയിൻറ്റുകളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇനി ആ നെക്ക് വിഡ്ത്ത് ഒന്ന് നമ്മൾ ബാക്കിൽ നെക്ക് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ബാക്ക് നെക്കിൽ അധികം ഇറക്കി വരയ്ക്കേണ്ട, കോളർ ആയതുകൊണ്ട് അല്പം കയറി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇറക്കം കൊടുത്തതിന് ശേഷം ഒരു കർവ് ലൈൻ വരയ്ക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ലൈനായിട്ട് വരച്ചെടുക്കുക. ശേഷം നമ്മൾ എപ്പോഴും ഫുൾ ഷോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഇപ്പോൾ ഒരു 4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ആ ഒരു ഏറ്റവും ലാസ്റ്റ് കാണുന്ന ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത്. സ്ലിറ്റിന് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഇഞ്ച് നമ്മൾ തയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ലെങ്ത്ത് നോക്കുക, എത്രയാണോ ലെങ്ത്ത് വേണ്ടത്. ഇപ്പോൾ 43 ഇഞ്ചാണ്. 1 ഇഞ്ച് മടക്കി അടിക്കാനും കൂടി ചേർത്ത് 44 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അവിടെ വെച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം നമുക്ക് താഴെ വേണ്ടുന്ന വീതി, സ്ലിറ്റിൻ്റെ വീതിയാണ് താഴെ വേണ്ടത്. ഇപ്പോൾ 12 ഇഞ്ചാണ് വീതി എടുക്കുന്നത്. 12 ഇഞ്ച് വീതി എടുക്കുക. അതിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ മുകളിലത്തെ ഇതിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം താഴത്തെ വശം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കില്ല. അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു തൂങ്ങി നിൽക്കില്ലെങ്കിൽ ഒരു കർവ് പോലെ ഒരു 1 ഇഞ്ച് മുകളിലേക്ക് മാറ്റി ഒരു കർവ് പോലെ വരച്ചെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. താഴത്തു നിന്നാണ് തുടങ്ങുന്നത്. താഴത്തെ അടിഭാഗം വെട്ടി ആ ഒരു കർവ് കറക്റ്റായിട്ട് ആ കർവിൽ തന്നെയാണ് വെട്ടിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വെട്ടുന്നുണ്ട്. സ്ലിറ്റ് വെട്ടിയെടുക്കുക. നെക്ക് ഭാഗം ബാക്ക് നെക്കാണ്, ബാക്ക് നെക്ക് വെട്ടുക. ഷോൾഡർ സ്ലോപ്പ് ഉണ്ട്, ആ സ്ലോപ്പിൽ കൂടെ തന്നെ വെട്ടണം കേട്ടോ. സ്ലോപ്പ് വെട്ടിയെടുക്കുക. ദെൻ കൈക്കുഴിയൊക്കെ വെട്ടിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ 2 പീസുണ്ട്. അപ്പോൾ ഒരു പീസിന് മാറ്റി, ബാക്ക് പീസിനിട്ട് ഒരു പീസിന് മാറ്റി. അതിനുശേഷം ഫ്രണ്ട് പീസ് കൈക്കുഴി അല്പം കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാറ്റി അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മിഡിൽ പാർട്ട് എടുക്കുക. ദെൻ മിഡിൽ ഭാഗത്ത് വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടുക. ഓവറായിട്ട് കുഴിക്കേണ്ട, ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് ഒരു 4 ഇഞ്ചോ 1/2 ഇഞ്ചോ രീതിയിൽ കുഴിച്ചെടുക്കുന്ന രീതിയിൽ കുഴിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കുഴിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ കുഴിച്ച് വെട്ടി. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട്
എത്രമാത്രം ഡീപ്പിലാണോ ആ നെക്ക് വേണ്ടത് അത്രയും കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 8 ഇഞ്ചാണ് അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മടക്കുന്ന വശത്തിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് അടയാളപ്പെടുത്തുക. കാരണം അവിടെ ഒരു വി ഷേപ്പ് ഇച്ചിരി പെർഫെക്റ്റ് വരാം. അതുപോലെ കോളർ മടക്കി ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ആദ്യം വിട്ടു. അതിനുശേഷം വി വരച്ചു. അപ്പോൾ ഇച്ചിരി വീതി വേണമെന്നുള്ളവർക്ക്, അതായത് നമ്മൾ ഫ്രണ്ടിലൊരു ഇച്ചിരി ആ ഒരു ഷേപ്പ് ഇച്ചിരി കൂടി വിതർന്ന് നിൽക്കണമെന്നുള്ളവർക്ക് 1 ഇഞ്ച് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1 ഇഞ്ചായിരുന്നു അടയാളപ്പെടുത്തിയത്. അതിനുശേഷം ഞാൻ ഓർത്ത് 1/2 ഇഞ്ച് ആയിരിക്കും ഇച്ചിരി ബെറ്റർ എന്ന് ഓർത്ത് 1/2 ഇഞ്ച് തന്നെ എടുത്തു. ദെൻ വി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നെക്കിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ വരും നെക്ക്. ഇതാണ് ബാക്ക് പീസ് വരുന്നത്. അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. താഴത്തെ പോയിൻ്റ് ഒരു 3.25 ഇഞ്ച് ഇറക്കിയാണ് അടയാളപ്പെടുത്തുക. 3.25 ഇഞ്ചാണ്. ഇവിടെ കൈയുടെ വീതി വരുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ചും 3.25 ഇഞ്ച് ഇറക്കമാണ് ആ താഴത്തെ പോയിൻ്റ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം മുകളിലത്തെ ലൈൻ എന്ന് പറയുന്നത് 3.25-ൻ്റെ പകുതിയും അതുപോലെ 6.5-യുടെ പകുതിയും കൂടി ചേർന്നതാണ് മുകളിലത്തെ പോയിൻ്റ്. സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇപ്പോൾ താഴെ 3.25 ഇഞ്ചും വീതി വരുന്നത് 6.5 ഇഞ്ചുമാണ്. ഒരു ഫ്രഞ്ച് കർവ് വെച്ച് വരച്ചതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത്ത് വരുന്നത്, അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം താഴെ 6 ഇഞ്ചാണ് കൈവണ്ണം വരുന്നത്. 6 ഇഞ്ച് അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തിയതിന് ശേഷം യോജിപ്പിക്കുക. ഇനി താഴത്തെ വശം ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി അവിടെ കൂടി കട്ട് ചെയ്യുക. അപ്പോൾ സ്ലീവിൽ ലൈനിങ് ഇല്ലാത്തതായതുകൊണ്ട് സ്ലീവ് ഞാൻ മടക്കി ഒന്ന് ഹെമ്മിങ് ചെയ്യാണ്, സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അടുത്ത വരുന്ന വീഡിയോകളിൽ ഇച്ചിരി ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ചേർത്തിടുക. ദെൻ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടുക. നമ്മൾ ബോഡിയിൽ ഓൾറെഡി കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അമിതമായിട്ട് കുഴിച്ച് വെട്ടണ്ട. 1/4 ഇഞ്ച് മാത്രം ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുക. കുഴിച്ച് വെട്ടിയെടുത്തതിന് ശേഷം ഫ്രണ്ട് പാർട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതല്പം ഇച്ചിരി കട്ടിങ് ലോങ് വീഡിയോ ആയതുകൊണ്ട് കോളറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അടുത്ത വീഡിയോയിലായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.